ഡോണ്ട് ഹൈഡ് ദെയർ മിസ്റ്റേക്സ്. അതൊരു കൾച്ചറാക്കി മാറ്റണം. കാരണം പ്രശ്നങ്ങളെ ഒരിക്കലും കോമ്പൗണ്ട് ചെയ്യാൻ സമ്മതിക്കരുത്. പട്ടാളത്തിൽ എന്തുകൊണ്ട് അത്രയും സ്ട്രിക്റ്റ്? ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. ഒരു മിസ്റ്റേക്ക് ഹൈഡ് ചെയ്താൽ അത് ആയിരക്കണക്കിന് പട്ടാളക്കാരൻ്റെ ജീവനെ ബാധിക്കുന്ന കാര്യമായിരിക്കും. എന്ന് പറയുന്ന പോലെ നമ്മുടെ ബിസിനസ് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ പട്ടാള ഗ്രൂപ്പാണ് എങ്കിൽ നമ്മളുടെ പട്ടാളക്കാരൻ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കും ഇന്നു മുതൽ ഹൈഡ് ചെയ്യാൻ പാടില്ല. അതിനാദ്യം എന്ത് ചെയ്യണം? കമാൻഡർ ഇൻ ചീഫ് ആരാത്? നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ ഹൈഡ് ചെയ്യുന്നുണ്ടോ? കാരണം ഈ മൈനർ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് മേജർ പ്രോബ്ലം ആയിട്ട് മാറുന്നത്. ഇത് നമുക്ക് വീട്ടിൽ കാണാൻ പറ്റും. എവിടെ? നമ്മൾ പറയുന്ന ഒരു തമാശ, നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി, ഇത് ഇവളുമാർ അന്നൊന്നും മിണ്ടത്തില്ല. ആര്? വൈഫ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഭർത്താവ് മറക്കും പക്ഷെ പൊറുക്കത്തില്ല, അവരോ പൊറുക്കും പക്ഷെ മറക്കത്തില്ല. രണ്ടാമത്തെ ഡേഞ്ചർ. മനസ്സിലായോ? ഇതുപോലെ ആവരുത്. ഈ വൈഫ് ആറ്റിറ്റ്യൂഡ്, വീട്ടിൽ തീർക്കാൻ പറ്റാത്ത കലിപ്പിന് നമ്മളിത് ഇവിടെ വന്ന് തീർക്കും. അതേ ആറ്റിറ്റ്യൂഡ് ഓഫീസിൽ. ഈ വൈഫ് ആറ്റിറ്റ്യൂഡ് ഓഫീസിൽ വേണ്ട. മാനേജ്മെൻറ്റിൽ ഇത് വേണ്ട. മാനേജ്മെൻറ്റിൽ ചെറിയ പ്രോബ്ലങ്ങളെ അക്യുമുലേറ്റ് ചെയ്ത് വലുതാക്കുന്ന പരിപാടി നമുക്ക് വേണ്ട. സോ ഡീൽ വിത്ത് പ്രോബ്ലംസ് ഇമ്മീഡിയറ്റ്ലി. നോ ഗസ്. ഒരിക്കലും ഊഹിക്കരുത്. ഊഹിക്കാൻ പാടില്ല ബിസിനസ്സിൽ. യു ഹാവ് ടു ഡീൽ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് പോസിറ്റീവ്ലി. കാരണം യുവർ ടീം കോണ്ട് റീഡ് യുവർ മൈൻഡ്. സോ ടെൽ ദം, ഇതാണ് എനിക്ക് വേണ്ടത്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇതിങ്ങനെ ചെയ്യരുത് എന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞ് അവരെ തിരുത്തണം ഇമ്മീഡിയറ്റ്ലി.